ഒരു ആസ്പിരൻ്റ് അവരുടെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഡിഫിക്കൽട്ടി ഫേസ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കൺസിസ്റ്റൻസി അല്ല. അതിന് പിന്നിലൊരു ഫാക്ടറുണ്ട്, ആൻഡ് ദാറ്റ് ഈസ് ലാക്ക് ഓഫ് മോട്ടിവേഷൻ. നമുക്ക് എല്ലാ ടൈമിലും ഒരേപോലെ ഒരിക്കലും മോട്ടിവേറ്റഡ് ആയിട്ട് ഇരിക്കാൻ പറ്റത്തില്ല. പല കാര്യങ്ങളിലും നമ്മൾ ചിലപ്പോൾ തിങ്ക് ചെയ്തോ ചിലപ്പോൾ അത് ഓവർ തിങ്ക് ചെയ്തോ നമ്മളവിടെ സ്റ്റെപ്പ് ബാക്ക് ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ നമ്മളവിടെ ഒന്ന് നിർത്താറുണ്ട് കുറച്ച് നേരത്തേക്ക്. പിന്നെ നമുക്ക് തോന്നും, നമുക്ക് തന്നെ തോന്നും ഇത് ചെയ്യാൻ പറ്റുമോ എന്നെക്കൊണ്ട്. അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്. ആ ടൈമിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ മോട്ടിവേഷനാണ്. മോട്ടിവേഷൻ ഇല്ലാത്ത ടൈമിൽ ഏറ്റവും കൂടുതൽ മോട്ടിവേഷൻ കിട്ടുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ യു ഡോണ്ട് ഡിസേർവ് ദാറ്റ് എന്ന് പറയുന്ന ആൾക്കാരെ കുറിച്ച് ഓർക്കുമ്പോഴാണ്. ആൻഡ് പേഴ്സണലി ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ടു ഹാവ് സം ഓഫ് ദം ഹൂ ടോൾഡ് ദിസ് ഇൻ മൈ ലൈഫ്. സം ഓഫ് ദം അല്ല, കുറേ പേര്. നമ്മുടെ ലൈഫിലെ ഗ്രോത്ത് എല്ലാവരും ഒരേപോലെ കാണണമെന്നില്ല, എല്ലാവരും ഒരേപോലെ ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. നിങ്ങൾ സക്സസ് ആയിക്കോ, നിങ്ങൾ ഗ്രോ ചെയ്തു, പക്ഷേ അവരെക്കാട്ടിലും ഗ്രോ ചെയ്യരുത് എന്ന മൈൻഡ് സെറ്റുള്ള കുറച്ചെങ്കിലും ആൾക്കാർ കാണും. ഇനി നിങ്ങളുടെ ലൈഫിൽ അങ്ങനെ ഇല്ലയെന്നുണ്ടെങ്കിൽ യു ആർ നോട്ട് ഡൂയിങ് സംതിങ് ഗ്രേറ്റ്. നമ്മൾ ലൈഫിൽ ഫേസ് ചെയ്ത പല സിറ്റുവേഷൻസ്, നമ്മൾ വരത്തില്ല ഒട്ടും ആഗ്രഹിക്കാത്ത പല കാര്യങ്ങളും, നമ്മൾ ഡിസേർവ് ചെയ്യാത്ത പല കാര്യങ്ങളും നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ ഇവരുടെയും കൂടെ നെഗറ്റീവ് ടോക്സും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്ത് നോക്കുവാണെങ്കിൽ ഇതിലും വലിയ മോട്ടിവേഷൻ വേറെ ഇല്ല, സത്യം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഡിസേർവ് ചെയ്യുന്നില്ല പല പെയിൻ, പക്ഷെ ആ പെയിൻ ആയിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ സ്ട്രെങ്ത് തരുന്നത്. ആൾക്കാർ എത്ര നെഗറ്റീവ് ആയാലും, ആൾക്കാർ എത്ര ഡിമോട്ടിവേറ്റിംഗ് ആയിട്ട് നമ്മൾ ഡിഗ്രേഡ് ചെയ്യാൻ നോക്കിയാലും, എങ്ങനെയൊക്കെ ആണെങ്കിലും വി ഷുഡ് ഓൾവേസ് സീ പോസിറ്റീവ് ഇൻ നെഗറ്റീവ്സ്. അത് വളരെ ഇമ്പോർട്ടൻ്റാണ്. കാരണം അതിനകത്തൂടെ മാത്രമേ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. നമുക്കൊരിക്കലും ആൾക്കാരെ മാറ്റാൻ പറ്റത്തില്ല. സോ ഇനി ഞാൻ ആലോചിക്കുക, ആ ഒരു ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നില്ല, അല്ലെങ്കിൽ ആ ഗോൾ എനിക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്തെല്ലാം നഷ്ടമായിരിക്കും ഞാൻ ഫേസ് ചെയ്യാൻ പോകുന്നത്. ഇനി ആ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചേർന്നാൽ എനിക്ക് എന്തെല്ലാം കിട്ടും, എനിക്ക് എന്തെല്ലാം ലൈഫിൽ നേടിയെടുക്കാൻ പറ്റും. ആ കാര്യം ഒരു പേപ്പറിനകത്ത് ക്ലിയർ ആയിട്ട് എഴുതി കഴിഞ്ഞാൽ എൻ്റെ പകുതി കാര്യം അവിടെ തന്നെ സോൾവ് ആവും. അങ്ങനെ പല പല ആൾക്കാരുടെ നെഗറ്റീവ് ടോക്സ് നിങ്ങൾക്ക് ഒരു മോട്ടിവേഷൻ ഫാക്ടേഴ്സായിട്ട് നിങ്ങൾക്ക് കൺവേർട്ട് ചെയ്യാന്നേ ഉള്ളൂ. വലിയ കാര്യമൊന്നുമില്ല, ഒരു പേപ്പർ എടുക്കുക, നിങ്ങൾക്ക് ആ ഡ്രീം കിട്ടിക്കഴിഞ്ഞാൽ എന്തെല്ലാം നേടിയെടുക്കാൻ പറ്റും, ഇനി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ കോൺസിക്വൻസ് എന്തൊക്കെയാണ്, ഇതൊന്ന് ജസ്റ്റ് നമ്മുടെ ബ്രെയിൻ ഒന്ന് ക്ലിയർ ആക്കി കഴിഞ്ഞാൽ എനിക്കിത് പേഴ്സണലി വർക്കാവുന്നൊരു കാര്യമാണ് ഈ ഒരു മെത്തേഡ്.